അൽഹാനെയും അഹിയാനെയും കുറിച്ചൊരു ചെറിയ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒന്ന് ലുലു മാളിൽ കയറി. വലിയ പർച്ചേസൊന്നുമില്ല, ചെറിയ 1-2 ഐറ്റംസ് വാങ്ങാനായിരുന്നു. കടയിലേക്ക് പോവാമെന്ന് പറഞ്ഞാൽ തന്നെ അൽഹാനും അഹിയാനും ഇപ്പോൾ മടിയാണ്. ഒന്നുകിൽ വന്നാൽ തന്നെ ഏതെങ്കിലും പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് രണ്ടുപേരും ഫുൾ ടൈം ഫോണിലാണ്. എന്നിട്ട് ഞങ്ങളുടെ പർച്ചേസൊക്കെ തീരുമ്പോൾ രണ്ടാളും വരും. അപ്പോൾ തോന്നി അങ്ങനെ ആയാൽ ശരിയാവില്ല. ഞാൻ അവർക്കിന്നൊരു ഡ്യൂട്ടി കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് കടയിൽ പോയി ഐറ്റംസ് വാങ്ങി അതിൻ്റെ ബില്ലും നിങ്ങൾ തന്നെ പേ ചെയ്യണമെന്ന്. ആദ്യം രണ്ടുപേരും ഒന്ന് മടിച്ചു, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരെന്നെ ഓക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ എത്തി ഓരോ സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ഇതെടുക്കട്ടെ അതെടുക്കട്ടെ എന്നൊക്കെ കുറേ ചോദിച്ചു ഞങ്ങളോട്. അവസാനം അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങൾ അവർ വാങ്ങി. എന്നിട്ട് ബില്ല് പേ ചെയ്യുന്ന ജോലി കൂടി അവരോടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് തന്നെ ആക്റ്റീവായിട്ട് നിന്നു കേട്ടോ. രണ്ടാളും കൂടിയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം തന്നെ ഇത് വേണ്ട അത് വേണ്ട പറഞ്ഞ് രണ്ടാളും കൂടി നല്ല വഴക്കാണ്. ഇപ്രാവശ്യം വഴക്കൊന്നും ഉണ്ടാക്കാതെ രണ്ടുപേരും സെലക്ട് ചെയ്തു. എന്നിട്ട് അതായത് എല്ലാ കൗണ്ടറിലും ഒരു അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അവർ തന്നെ ആദ്യം ഒരു ക്യൂവിൽ പോയി നിന്നു, പിന്നെ തിരക്ക് കുറഞ്ഞ് വേറൊരു ക്യൂവിലേക്ക് മാറി നിന്നു. ക്ഷമ തീരെ ഇല്ല കേട്ടോ. എവിടെയെങ്കിലും പോയാൽ തന്നെ പോവാ പറയും, ബോറടിക്കണോ പറയും. പക്ഷേ ഇന്ന് ക്യൂവിലൊക്കെ അത്യാവശ്യം ക്ഷമയോടുകൂടി നിൽക്കുന്നതാട്ടോ ഞാനും ഹസ്ബൻഡും കണ്ടത്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി അവർ നിൽക്കുന്നത് കണ്ടപ്പോൾ. കൂടാതെ കാർഡ് ഞങ്ങൾ അവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിൻ നമ്പറൊക്കെ അടിച്ച് എമൗണ്ട് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ പറഞ്ഞ് എല്ലാം അവർ തന്നെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി, നമ്മളാണ് കുട്ടികളെ അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് നമ്മളാണ്. ചെറിയ ചെറിയ ജോലികൾ അവരെ ഏൽപ്പിച്ച് തീർച്ചയായും അത് ഭംഗിയായി ചെയ്യണം എന്ന് അവർ ശ്രമിക്കും. അപ്പോൾ ഇന്ന് അവർ രണ്ടാളും കൂടി നിന്ന് ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത് പാരൻസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്.